ആച്ചാ ജോലിയാ? ആ ഏത് നമ്മുടെ സാധാരണ ബാങ്കില് അച്ഛൻ പ്രസിഡന്റ് ആയിട്ടുള്ള? സൂപ്പർ. അപ്പൊ എനിക്കും ബാങ്കില്, രവിയേട്ടും ബാങ്കില്. അത് തന്നെ, അത് കൊള്ളാം. എന്നാലും രവിയേട്ടന് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷാവും. എനിക്ക് സന്തോഷമാണ് സത്യം. ആ അയ്യോ, അപ്പൊ അതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരണ ബുദ്ധിമുട്ടാവൂലേ അച്ഛാ? അവിടെ നിക്കാനാ? അയ്യോ, അത് ഇപ്പൊ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ വരാൻ പറ്റുള്ളൂ. അല്ല, ഇവിടത്തെ കാര്യമേ രവിയേട്ടനും മക്കളൊക്കെ ഒറ്റയ്ക്കാവൂലേ? പോയി വരാനാ ദിവസം രാവിലെ? അയ്യോ, എത്ര ബസ് മാറി കയറണം? ആ അതാണെങ്കിൽ ഓക്കെ. സീസൺ ടിക്കറ്റ് എടുത്തിട്ട് പോയി വരാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? ശരിയാണ്. രാവിലെ ആ ട്രെയിനിൽ കയറി. ആ ശരി ശരി ശരിയാ. സന്തോഷം സന്തോഷം. ഞാൻ പറയാം അച്ഛാ. രവിയേട്ടന് എല്ലാ പിള്ളേർക്കൊക്കെ സന്തോഷാവും. അച്ഛൻ മറ്റേ പുതിയ മരുന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അടുത്ത പ്രാവശ്യം ഡോക്ടറിനെ കാണുമ്പോൾ പറയാത്. ഭക്ഷണം കഴിച്ചാ? ആ അങ്ങനെ കഴിക്കുക അച്ഛൻ. ശരി. പണിക്കൂട്ടി ഞാൻ അടുത്ത് വരാൻ പറയുമോന്ന്? ആ ശരി. ആ ഓക്കെ. ആ ശരി അച്ഛാ, ഞാൻ പറയാം. ആ അത് പിങ്കി മോൾ അന്വേഷിച്ചേട്ടാ. ആ ഓക്കെ അച്ഛാ. ഇനിയിപ്പോ ഫോൺ കൊടുത്താൽ ശരിയാവൂല. ഇനി ഫോൺ എനിക്ക് തിരിച്ചു കിട്ടൂല. ശരി അച്ഛാ, ബൈ. അപ്പൂപ്പൻ എന്ത് നേരത്തെ വിളിച്ച? ഒരു വിശേഷമുണ്ട്. എന്തോന്ന്? സസ്പെൻസ്. നമ്മളെല്ലാം കൂടെ അങ്ങോട്ട് പോയിരിക്കണ? അതല്ല, പിന്നെ എനിക്കൊരു ജോലി റെഡിയായല്ലോ. അമ്മയ്ക്ക് ജോലിയാ? എവിടെ? എടാ, അപ്പൂപ്പൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബാങ്കില്, സഹകരണ ബാങ്ക് അവിടെ. അങ്ങനെ ഞാനും ഒരു ഉദ്യോഗസ്ഥയാവാൻ പോകുന്നു. അമ്മയ്ക്ക് ഇനി ഈ പ്രായത്തിൽ ജോലി കിട്ടും അമ്മ? അപ്പൊ മനസ്സിലായില്ലേ? കിട്ടുന്നു. അത് അപ്പൂപ്പൻ പ്രസിഡന്റ് ആയോണ്ടല്ലേ? പക്ഷെ എന്നാലും ട്രീറ്റ് വേണം. എനിക്ക് ഇന്ന് തന്നെ ട്രീറ്റ് വേണം. ഇതിന് ട്രീറ്റാ? ആ പിന്നല്ലാണ്ട്. അത് ശമ്പളമൊക്കെ കിട്ടിയിട്ടല്ലേ? ശമ്പളം കിട്ടിയിട്ട് വലിയ ട്രീറ്റ്. ഇതിപ്പം ഇതിന്റെ സന്തോഷത്തിന് ചെറിയ എന്തെങ്കിലും ട്രീറ്റ് എനിക്ക് തന്നേ പറ്റുള്ളൂ. അതെ, ഒരു കാര്യം ചെയ്യും. ഞാൻ പായസം ഉണ്ടാക്കി തരാം. വൈകിട്ട് അച്ഛൻ വന്നിട്ട് എല്ലാവർക്കും കൂടെ ചേർത്ത് പായസം ഉണ്ടാക്കി. ബോളിയും കൂടെ മേടിച്ചു. ഞാൻ ഇപ്പൊ പറയണില്ല, അപ്പൊ അച്ഛന്റെ കാര്യം മനസ്സിലാവും. അച്ഛൻ വന്നിട്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് കാര്യം പറയാം. വന്നിട്ട് പറയണുള്ളൂ. സർപ്രൈസ് കൊടുക്കണ്ടേ? ഇപ്പോഴേ പറഞ്ഞാൽ അത് പൊളിവില്ലേ? പിന്നെ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാവുമ്പോ സർപ്രൈസ് കൊടുക്കണ്ടേ? എങ്ങനെയുണ്ട് സർപ്രൈസ്? നന്നായി. പക്ഷെ അമ്മ എങ്ങനെയാ പോണ ഇത്ര ദൂരം? സീസൺ ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞു. ഒരു ദിവസം രാവിലെ ട്രെയിനിൽ പോയി തിരിച്ചു വരാം. കുറച്ച് രാവിലെ നേരത്തെ പറയണം. പാടല്ലേ എന്നും പോയിട്ട് വരണേ? കുറച്ച് പാടൊക്കെ പെടാതെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? എല്ലാം നമ്മുടെ സൗകര്യത്തിന് കിട്ടൂലല്ലോ. ചില കാര്യങ്ങളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. റിങ്കിലെടുത്ത് പറയട്ടാ. എപ്പോഴാ? ഞാൻ പറയാം. അയ്യോ, അവളെന്നെ റെസ്പോണ്ട് ചെയ്യൂ. അവൾക്ക് ഞാൻ ജോലിക്ക് പോകണ ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്താണ് അവളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. പണ്ട് ഇഷ്ടമല്ലായിരുന്നു. റിങ്കി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസാ? ഓഹോ, നിന്റെ എക്സാം റിസൾട്ട് വന്നാ? നീ തോറ്റാ? അതൊന്നുമല്ല, പിന്നെ ഇനി സമയമുണ്ട്. ഞാൻ തോറ്റെന്ന് പറഞ്ഞപ്പോ അവളെ സന്തോഷം കണ്ടാ മോളെ. ഇത് വേറെ ഗുഡ് ന്യൂസ്. വേറെ എന്തോടി ഗുഡ് ന്യൂസ്? അമ്മയുടെ ഗുഡ് ന്യൂസ്. എന്തോ നമ്മയുടെ ഗുഡ് ന്യൂസ്? അതൊക്കെ ഉണ്ട്. ദൈവമേ, ഈ വയസ്സംഗത്തെ എന്റെ ഒച്ചൻ ചെയ്യുന്ന പണി ഇതൊന്നും ഇവിടെ നടക്കൂലേട്ടാ. അതല്ല, അമ്മയ്ക്കൊരു ജോലി കിട്ടി. ജോലിയിലായിരുന്നു? അല്ല, ജോലി എങ്ങനെ കിട്ടി? അപ്പൂപ്പ ശരിയാക്കി തന്നു. അപ്പൂപ്പന്റെ സഹകരണ ബാങ്കില്ലേ, അവിടെ അമ്മയ്ക്ക് ജോലി കിട്ടി. ഇത് നല്ല ന്യൂസ് ആണല്ലോ. ഒരു നിമിഷം, ഞാൻ തെറ്റിദ്ധരിച്ചു. നീ തെറ്റിദ്ധരിക്കാൻ പിടിക്കാം. ഇവിടെ എന്നും പോയി വരും. അവിടെ അല്ലേ? നാട്ടിലല്ലേ? 2 ദിവസം പോയി വരാനുള്ള പ്ലാൻ. എന്തായാലും നന്നായി. അച്ഛൻ ഇപ്പൊ ഒരു താങ്ങാവൂല്ലോ. പിന്നെ അല്ല, അച്ഛൻ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടല്ലേ. അപ്പൊ അമ്മയും കൂടെ ജോലി ചെയ്തു കഴിഞ്ഞാലേ സഹായമാവും അച്ഛന്. ശരി. അതെ, ചെലവ് വേണം. അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ സെറ്റ് ആണ് ഇവിടെ. എന്തോന്ന് നീ സെറ്റ് ചെയ്യേ? അമ്മ ഇന്ന് നമുക്ക് വൈകുന്നേരം പായസം വെച്ച് തരണം എല്ലാവർക്കും. പാൽപ്പായസം.
പിന്നെ അമ്മയ്ക്ക് ശമ്പളം കിട്ടുമ്പോ 5-സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഫുഡ്. അതൊക്കെ പറയേ. അത് പറഞ്ഞില്ല, ശമ്പളം സെറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടില്ല, സത്യം ഞാൻ പറഞ്ഞിട്ടില്ല. അമ്മ ആ. ഇന്ന് മധുരത്തിൽ ഒതുക്കാം. ആ. പക്ഷേ പക്ഷെ ശമ്പളം കിട്ടിയിട്ട് ആദ്യത്തെ സാലറി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജോഡി ഡ്രസ്. അതമ്മ ഏറ്റു. കേട്ടില്ല? പോയിട്ട് ഞാൻ ആർക്ക് വേണ്ടി ജോലി ചെയ്യുന്നേ? ഡ്രസ് മാത്രമല്ല, ഞാൻ ആ ശമ്പളം മൊത്തം നിങ്ങൾക്ക് വേണ്ടി തരാം. പിന്നെ തരാതെ നിങ്ങൾ വേണ്ടിയില്ല അമ്മ പണിയെടുക്കണേ. അതൊക്കെ ഇഷ്ടപ്പെട്ട്. എങ്ങനെയുണ്ടടി? ഇപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അമ്മയ്ക്ക് സാധിച്ചു തരാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് ഡ്രസ്സ് വേണമെങ്കിൽ ഡ്രസ്സ്, മേക്കപ്പ് വേണമെങ്കിൽ മേക്കപ്പ്, വാങ്ങാൻ പോകാനുള്ള പോക്കറ്റ് മണി. ലിപ്സ്റ്റിക്. ആലോചിക്കാം, ആലോചിക്കാം. പിന്നെ എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഉണ്ട് മേടിക്കാൻ. ഞാൻ ലിസ്റ്റ് തയ്യാറാക്കി അമ്മ എനിക്കും ഉണ്ട് കേട്ടോ. എന്റെ അമ്മേ, അതിന് മാത്രമുള്ള ശമ്പളം അമ്മയ്ക്ക് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ചെറിയ ശമ്പളമൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും ഉള്ളതില് നമുക്ക് ഓണം പോലെ. പോണം. ഓക്കെ, അപ്പൊ പൈസ സെറ്റ് റെഡി. അച്ഛൻ കൂടെ വന്നിട്ടോണം പറയാം. അച്ഛനോട് ഞാൻ പറഞ്ഞു. നീ പറഞ്ഞ ഞാൻ ന്യൂസ് പേപ്പർ